തലയിൽ നിറച്ചും പെയിന് വീരുവാ. എത്ര ചീകിയാലും പിന്നെയും പിന്നെയും വരും. നമുക്കേ ഈ തല അങ്ങോട്ട് പോയി മുട്ടടിക്കാം. എന്റെ തല മുട്ട അടിക്കണ്ട, അമ്മയുടെ തല മുട്ട അടിച്ചാ മതി. അമ്പടി, നീ ആള് കൊള്ളാലോ. അച്ഛൻ വന്നല്ലോ. അച്ഛനോട് പറയട്ടെ തലയിൽ നിറച്ച് പേനാന്ന്. സ്കൂളിൽ കളിക്കാൻ പോകുന്നുണ്ടോ അമ്മു? നിറച്ച് പൊടി. എനിക്ക് നാളെ കോയമ്പത്തൂർ വരെ പോകണം. നാളെയോ? ഈ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ച് തരും. അതെന്ത് പണിയാ പ്രസാദ് ഏട്ടാ? നാളെയല്ലേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ അമ്പലത്തിലൊക്കെ ഒരുമിച്ച് പോവാന്ന് വെച്ചിട്ടിരിക്കായിരുന്നു. നാളെ ആയിരുന്നല്ലേ? നീ മോളുമായിട്ട് പോ. കഷ്ടമുണ്ട്. ഞാൻ പ്രസാദാന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പോവാൻ നിൽക്കില്ല വിചാരിച്ചേ. നീ ഒരുപാട് പൈങ്കിളിയാതല്ലേ. ഈ ഒഫീഷ്യൽ കാര്യത്തിന്റെ ഇടയ്ക്കാണ് അതിന്റെ വെഡിങ് ആനിവേഴ്സറി. എല്ലാ വർഷവും ഉള്ളതല്ലേ വെഡിങ് ആനിവേഴ്സറി. ഇത് അവസാനത്തെ വെഡിങ് ആനിവേഴ്സറി ഒന്നും അല്ലല്ലോ. എല്ലാ പ്രാവശ്യം തന്നെയല്ലേ പറയുന്നത്. എടുത്തു പോയി. ഹലോ, ആരാ? ഹലോ, എന്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാക്കാത്ത വിധത്തിലായോ നീ? നിങ്ങളാരാ? ഇത് ധന്യല്ലേ? സോറി, റോങ് നമ്പറാ. കട്ട് ചെയ്യല്ലേ, നമുക്കൊന്ന് പരിചയപ്പെടാന്നേ. അതിന് നിങ്ങൾ ആരാ? വെച്ചിട്ട് പോടോ. ഹലോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. ഹലോ, കണ്ട പൈങ്കിളി പൂവാലന്മാരുടെ സ്ഥിരം നമ്പറായിട്ട് ഇങ്ങോട്ട് വിളിച്ചാണ്ടല്ലോ. ഇത് ആള് വേറെയാ. ഇനി മേലെ എന്റെ ഫോണിലേക്ക് അങ്ങനെ വിളിച്ചാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്തിനാണോ ഇത്ര ദേഷ്യം? ഞാനൊന്ന് നമ്പർ മാറി വിളിച്ചെന്നല്ലേ ഉള്ളൂ. ഒന്ന് ക്ഷമിക്കണം. താൻ എത്ര ദേഷ്യപ്പെടുന്നത് എന്തിനാ? വേറെ എന്തെങ്കിലും ആണോ കാര്യം? എന്താ മിണ്ടാത്തെ? തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ അവിടെ സംഭവിച്ചെന്ന് തോന്നുന്നല്ലേ? തനിക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്നോട് പറയും. ഒരു പ്രശ്നവും ഇല്ല. താനിപ്പോ തൽക്കാലം ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒന്ന് പറയണം. എടോ, ഇതൊക്കെ തന്റെ അടുത്ത് പറയാൻ താനാരാ? താൻ ആരാന്ന് പോലും എനിക്ക് അറിയില്ല. പിന്നെ എങ്ങനെ എന്റെ പ്രശ്നങ്ങൾ എന്താ തന്നോട് പറയുന്നേ? ഇങ്ങനെയൊക്കെയല്ലോടോ പരിചയപ്പെടുന്നത്. അതല്ലെങ്കിലും എങ്ങനെയാണോ? നമുക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം ആരെങ്കിലും നമ്മളെ മുന്നിൽ കൊണ്ടെത്തിക്കും. താൻ തന്റെ പ്രശ്നം എന്താന്ന് പറയേ, ഞാൻ കേട്ടിരിക്കാന്നേ. എനിക്കൊരു പ്രശ്നവും ഇല്ല. അത് പറഞ്ഞപ്പോ എന്താ തൊണ്ടയിടറിയത്? എന്റെ തൊണ്ട ഇടറിയിട്ടൊന്നുമില്ലല്ലോ. താൻ എന്നോട് എത്ര കള്ളം പറഞ്ഞാലും എനിക്കറിയാം താൻ ഒട്ടും ഓക്കെ അല്ല. തനിക്ക് ഈ നിമിത്തങ്ങളിലൊക്കെ വിശ്വാസമുണ്ടോ? ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചേ മതിയാവുള്ളെന്ന് കാലം കൂട്ടി എഴുതി വെച്ചിട്ടുള്ളതാ. അതിന്റെ നിമിത്തമായിട്ടാ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചതും കോള് മാറി തനിക്ക് വന്നതും നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത്. ആണോ? പിന്നല്ലാതെ. താൻ വിചാരിക്കുന്ന പോലെ ഞാനൊരു പോരനൊന്നുമല്ല. തന്നോട് ആദ്യം സംസാരിച്ചപ്പോ തന്നെ എന്തോ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു. ചില സിനിമകളിലൊക്കെ പാസ്റ്റ് ലൈഫിലുള്ളവരെ കണ്ടുമുട്ടുകയും ഒരു സ്പാർക്ക് അങ്ങനെ തോന്നത്തില്ലേ? ആ സ്പാർക്ക് എനിക്ക് ഫീൽ ചെയ്തു തന്നോട് മിണ്ടിയപ്പോ തന്നെ. ശരിക്കും? സത്യമായിട്ട്. ഞാൻ താൻ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വിളിച്ചത് അതുകൊണ്ടല്ലേ? തന്റെ മനസ്സിൽ ആരോടും പറയാതെ അടക്കി വെച്ചിരുന്ന എന്തോ ഒന്നുണ്ട്. ഉറപ്പായും എനിക്കറിയാം. തനിക്ക് എന്തായാലും എന്നോട് തുറന്നു പറയാം. ഇത് ഫ്ലർട്ടിംഗ് ഒന്നുമല്ല. എന്നെ നല്ലൊരു ഫ്രണ്ടായി കണ്ടാൽ മതി. താൻ എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. അതിനെന്താ, ഇപ്പൊ ഞാനില്ലേ?
അല്ലാതെടോ, തന്റെ വിഷമങ്ങളും സങ്കടങ്ങളും കേൾക്കാനല്ലേ ഞാനിവിടെ ഉള്ളേ. ആടോ സത്യം. ആരാ വീണഗിരി? അതെന്റെ ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ടാണ് നിനക്കുള്ളത്? പ്രസാദേട്ടൻ എന്റെ എത്ര ഫ്രണ്ട്സിനെ അറിയാം. ഈ കളിക്കല്ലേ. ഈ ഗിരി നീയായിട്ട് എന്താ ഇടപാട്? ആ ഫോൺ തന്നെ പ്രസാദേട്ടൻ. വീണ, ഞാൻ പല തവണയായിട്ട് കണ്ടിട്ടുണ്ട് നീ ഈ ഫോണിൽ ഇവനുമായിട്ട് സംസാരിച്ച് പല സ്ഥലങ്ങളിൽ ചിരിച്ച് കളിച്ച് നടക്കുന്നത്. ആണോ? ആ, കണ്ടിട്ടുണ്ടല്ലേ. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കും ഉണ്ടാവില്ല ആരോടെങ്കിലൊക്കെ സംസാരിക്കണം എന്നൊരു തോന്നല്. നീ ഇപ്പം എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ. നീ ഇത്രക്കൊരു മോശം സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ഭർത്താവിന് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലല്ലോ. ഞാൻ ഈ വീട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾ അന്വേഷിച്ചിട്ട് എത്ര നാളായി. അവസാനം ഒരാൾ എന്നോട് സംസാരിക്കാൻ വന്നപ്പോ, എന്റെ മനസ്സ് തുറന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ മോശം സ്ത്രീ അല്ലേ? നീ മിണ്ടരുത്. ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ടത് നിനക്കും കൊച്ചിനും വേണ്ടിയിട്ടാ. ഞാൻ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടാ. കുറെ വർക്ക് ചെയ്ത് കുറെ കാശ് ഉണ്ടാക്കിയോണ്ട് മാത്രം കാര്യമില്ല പ്രസാദേട്ടാ. ഞാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ടിപ്പിക്കൽ സ്ത്രീയാ. എനിക്കും ഇതൊക്കെ ആവശ്യമുണ്ട്. ഈ സ്നേഹം എന്ന് പറയണത് പ്രകടിപ്പിക്കാനുള്ളതല്ലാതെ മനസ്സിൽ കൂട്ടി വെക്കാനുള്ളതല്ല. നിങ്ങളൊന്ന് മിണ്ടാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയും. ഒന്ന് തലോടാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയും. നിങ്ങൾക്ക് എപ്പോഴും ജോലി മാത്രം മതിയായിരുന്നു. എനിക്കറിയാം ഒരു ഭർത്താവും കുഞ്ഞും ഒക്കെ ഉള്ള ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാന്ന് എനിക്കറിയാം. പക്ഷെ സ്നേഹം കൊതിക്കുന്ന എന്നെ, ഒരു പരിഗണന കൊതിക്കുന്ന എന്നെ, എന്റെ മനസ്സിനെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങളും കുഞ്ഞു മാത്രമായിരുന്നു എന്റെ ലോകം. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല പ്രസാദേട്ടാ. കുറെ ഗിഫ്റ്റുകളൊന്നും വാങ്ങിച്ചു തരണമെന്നില്ല. ഒരു ചെറിയ നാരങ്ങ മിഠായെങ്കിലും വാങ്ങിയൊന്ന് സ്നേഹത്തോടെ തന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ ഒറ്റൊരുത്തല എന്നെ കൊണ്ട് ഈ തെറ്റ് ചെയ്യിപ്പിച്ചത്. നിങ്ങളും കുഞ്ഞു മാത്രമാണ് എന്റെ ലോകം പ്രസാദേട്ട. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, വലിയ ഗിഫ്റ്റുകളൊന്നും വേണ്ട. ഒരു നാരങ്ങ മിഠായെങ്കിലും സ്നേഹത്തോടെ വാങ്ങി തന്നാ മാത്രം മതി. നീ പറഞ്ഞല്ല ശരിയാ. എല്ലാം എൻ്റെ തെറ്റായി. ഈ വർക്കഹോളിക്കായിട്ട് നടന്നതിൻ്റെ ഇടയ്ക്ക് നിനക്ക് കുഞ്ഞിനും വേണ്ടി കുറച്ച് സമയമെങ്കിലും ചെലവഴിച്ചിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു വീണ. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ല പ്രസാദേട്ട. അതെങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന എങ്ങനെ മനസ്സിലാവാനാ? സ്ത്രീകളെല്ലാവരും സ്നേഹവും പരിഗണനയും കൊതിക്കുന്നവരാ. അത് കൊടുക്കുക തന്നെ വേണം. അത്ര ഒരു ഫ്രസ്ട്രേഷൻ അവസ്ഥയിൽ ഒരാൾ സ്നേഹം വെച്ച് നീട്ടിയപ്പോ അതൊരിപ്പോയി. സോറി. എനിക്കറിയാം ഇതൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാന്ന്. എന്ത് ശിക്ഷ വേണമെങ്കിലും പ്രസാദേട്ടൻ എനിക്ക് തന്നു. അത് നിന്റെ മാത്രം തെറ്റല്ല. മറ്റൊരാളിലേക്ക് നിന്റെ മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തന്നെ ഉത്തരവാദി. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇനി ആവർത്തിക്കരുത്. സോറി പ്രസാദേട്ട. ഇതെപ്പോ വന്നു അമ്മയുടെ മുത്ത്? കുട്ടിയെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ ബാഗിന്. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? ദേ അച്ഛൻ, നമുക്ക് കാണാൻ കിട്ടാത്ത അച്ഛൻ. അതെ, വല്ലപ്പോഴും മാത്രം. എന്റെ ഫ്രണ്ട് വിളിക്കുന്നില്ലേ? ഒന്നിവിടുന്നില്ല, ഒരു പണിയുണ്ട്.
ഹലോ ഗിരി, ഹലോ. ഞാൻ പ്രസാദാണ്, വീണയുടെ ഹസ്ബൻഡ്. അയ്യോ ചേട്ടാ, ഞാൻ അറിയാതെ നമ്പർ മാറി വിളിച്ചതാ. ഞങ്ങൾ തമ്മിൽ ഫോണിൽ കുറച്ചു നേരം സംസാരിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് അവളെ നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ എന്തായാലും ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തത്. താങ്ക്സോ? അതെന്തിനായിട്ടാ? അല്ല, നീ കാരണം എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. എനിക്ക് രണ്ടാമതൊരു ജീവിതവും കൂടെ നീ കാരണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലേ, അതിന്. താങ്ക്സ് ഒന്നും വേണ്ട ഏട്ടാ, ഇതൊക്കെ ഞാൻ എത്ര പേർക്ക് ചെയ്തു കൊടുക്കുന്നത്. അതെയാ? എനിക്കൊരു പ്രത്യേകതരം കഴിവായി ഏട്ടാ. സന്തോഷമേ ഉള്ളൂ. അതെ അല്ലേ? ആ ഗിരി, പിന്നെ ഒരു കാര്യം. പറയട്ടാ. ഇനി നീ ഇവിടെ ഫോൺ ചെയ്താലേ നിന്റെ കണ്ണ് ഞാൻ അടിച്ചു പൊട്ടി. അയ്യോ ഇല്ല ഏട്ടാ, ഇനി ഞാൻ ഒരിക്കലും വിളിക്കില്ല. എന്നാ വയ്ക്കണേ ഏട്ടാ. ശരിയടാ, ഓക്കെ.